നമസ്കാരം. ഡിവൈൻ വർഷിപ്പ് ബൈ ലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കർക്കിടകം എന്ന് പറയുന്നത് നമുക്ക് രാമായണ മാസമാണ്. രാമായണം പാരായണം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർക്കിടകം 1-ാം തീയതി മുതൽ നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ശീവോതി വെക്കുക, അല്ലെങ്കിൽ ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുക എന്നുള്ളത്. ഇത് ഈ ഒരു വർഷം മുഴുവൻ, അതായത് അടുത്ത കർക്കിടകം വരെയും നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് ആനയിക്കുന്ന ആ ഒരു ചടങ്ങെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് കർക്കിടക മാസത്തിൽ നമുക്ക് ഈ ഒരു മാസം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത് വഴി ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി എന്ന് വരില്ല. അപ്പോൾ എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റി ആണെങ്കിലും നമ്മിലുള്ള നെഗറ്റിവിറ്റി ആണെങ്കിലും ഒക്കെ മാറി നമുക്കൊരു പോസിറ്റിവിറ്റി ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കർക്കിടക മാസത്തിൽ സ്ത്രീകൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോഴാണ് നമുക്കൊരു മാസം തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ സൂര്യൻ മിഥുന രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് കർക്കിടകം വരുന്നത്. സൂര്യന്റെ ഈ മൂവ്മെന്റിനനുസരിച്ച് തന്നെ ഓരോ രാശിയിൽ സൂര്യൻ വരുമ്പോഴും മറ്റ് ഗ്രഹങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചില ഫലങ്ങളുണ്ട്. സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഗുരു ഭഗവാൻ വളരെയധികം ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഗ്രഹം വളരെയധികം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഗ്രഹം നീചമായി നിൽക്കും. അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വ ഗ്രഹമാണ്. നമുക്കറിയാം ചന്ദ്രൻ എന്ന് പറയുന്നത് മനോകാരകനാണ്. നമ്മുടെ ഈ ഒരു മാസത്തെ രാമായണ പാരായണമാണെങ്കിലും വഴിപാടുകളും മന്ത്രജപങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിന് വളരെയധികം നല്ല പോസിറ്റിവിറ്റി നൽകുന്നതിനും സഹായിക്കും. കർക്കിടക മാസം എന്ന് പറയുന്നത് ദക്ഷിണായന കാലത്തിന്റെ ആരംഭമാണ്. ഉത്തരായന കാലം ദേവകാര്യങ്ങൾക്കും ദക്ഷിണായന കാലം പിതൃകാര്യങ്ങൾക്കും ആണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ഈ ദക്ഷിണായന കാലത്തിലെ ആദ്യത്തെ മാസമായ കർക്കിടക മാസത്തിൽ നമ്മൾ ദേവകാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അതിന് പിന്നിലുള്ള കാര്യമെന്ന് പറയുന്നത് ചൊവ്വ നീചമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാസം ചൊവ്വ ഗ്രഹം ഇത്രയധികം നീചമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശുക്രഗ്രഹത്തിന്റെ ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ ഈ ഒരു മാസം ലഭിക്കുന്നതിന് നമുക്ക് സാധിക്കുന്ന രീതിയിൽ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജയൊക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും അതിനോടൊപ്പം തന്നെ നമുക്ക് ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ശുക്രഗ്രഹത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശുക്രഗ്രഹത്തിന്റെ അതിദേവത മഹാലക്ഷ്മിയാണ്. അപ്പോൾ ഏതൊരു ഗ്രഹത്തിനെയാണോ നമുക്ക് ബലപ്പെടുത്തേണ്ടത് ആ ഗ്രഹത്തിന്റെ ദേവതയെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ശുക്രനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഹാലക്ഷ്മിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. ആ ലക്ഷ്മി പൂജ ശുക്രഹോര സമയത്ത് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം തന്നെ ശുക്രനെ ബലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ശുക്രൻ വരണമെന്നുണ്ടെങ്കിൽ ശുക്രന് അനുകൂലമായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ശുക്രന്റെ സിംബൽസ് എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശുക്രന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് താമരയാണ്. മഹാലക്ഷ്മി ഇരിക്കുന്നത് താമരയിലാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ പൂജാമുറിയിൽ താമരയുടെ ഒരു കോലം വരയ്ക്കണം എന്ന് പറയുന്നതിന്റെ കാരണവും. അതും 8 ഇതളുള്ള താമര തന്നെയാണ് നമ്മുടെ പൂജാമുറിയിൽ വരയ്ക്കേണ്ടത്. എന്തിനാണ് 8 ഇതളുള്ള താമര തന്നെ വരയ്ക്കണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് പിന്നിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. താമര എന്ന് പറയുന്നത് പൂയം നക്ഷത്രത്തിന്റെ ചിഹ്നമാണ്. പൂയം നക്ഷത്രത്തിൽ ഗുരുഗ്രഹം വളരെയധികം ഉച്ചത്തിലാണ്. ഗുരുഗ്രഹം റെപ്രസെന്റ് ചെയ്യുന്നത് സ്വർണം, മഞ്ഞള് എന്നീ മംഗളകരമായ വസ്തുക്കളാണ്.
ഒരു മനുഷ്യന് അവന്റെ ജീവിതകാലത്ത് ഗുരുഗ്രഹം വളരെയധികം ബലവാനായി നിൽക്കുകയാണെങ്കിൽ മാത്രമേ അവന് അവന്റെ ജീവിതത്തിൽ സ്വർണം, അതുപോലെ തന്നെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ മംഗള കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. പൂയം നക്ഷത്രത്തിന്റെ അതിദേവൻ ശനി ഭഗവാനാണ്. പൂയം നക്ഷത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ഗുരുഗ്രഹമാണ്. അപ്പോൾ അവിടെ ഗുരുവും ശനിയും കൂടിയുള്ള ഒരു ചേർച്ചയാണ്. ഏതൊരാളുടെ ജാതകത്തിലാണോ ശനിയും ഗുരുവും ഒന്നിച്ചു നിൽക്കുന്നത് അയാളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളെ ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഈ ഗ്രഹങ്ങളുടെ ഒരു ചേർച്ച അവരുടെ ജാതകത്തിൽ ഉണ്ടാവുകയുള്ളൂ. ചില ആൾക്കാരെ നോക്കി നമ്മൾ പറയാറില്ലേ പുണ്യം ചെയ്ത ജന്മം എന്നൊക്കെ. അവരുടെ ജാതകത്തിൽ ഈ ഒരു ചേർച്ച ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചേർച്ച ഉണ്ടാകില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചേർച്ച ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിന് നമ്മൾ പൂയം നക്ഷത്രത്തിന്റെ ഗുണങ്ങൾ ലഭിക്കുന്ന ചിഹ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് വഴി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് വഴി നമുക്ക് അതിൻ്റെതായിട്ടുള്ള നല്ല ഫലങ്ങൾ ലഭിക്കും. അപ്പോൾ എന്തിനാണ് പൂയം നക്ഷത്രത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കടകം രാശിയിലുള്ള ഒരു നക്ഷത്രമാണ്. അപ്പോൾ സൂര്യൻ കർക്കടകം രാശിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കർക്കടക മാസം. അപ്പോൾ പൂയം നക്ഷത്രത്തെ കുറിച്ച് എന്തിനാണ് ഇവിടെ പറഞ്ഞത് എന്ന് മനസ്സിലായി കാണുമല്ലോ. എല്ലാ മാസം വരുന്ന പൂയം നക്ഷത്രത്തിലും നമ്മൾ പൂജകളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കർക്കിടക മാസത്തിൽ വരുന്ന പൂയം നക്ഷത്രം ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം അന്ന് നമ്മൾ ചെയ്യുന്ന പൂജകൾ, വഴിപാടുകൾ, നാമജപങ്ങൾ ഇതിനെല്ലാം നമുക്ക് 1000 മടങ്ങ് ഫലം ലഭിക്കുമെന്നുള്ളതാണ്. ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ചയാണ് കർക്കിടക മാസത്തിലെ പൂയം നക്ഷത്രം വരുന്നത്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കർക്കിടക മാസത്തിൽ വരുന്ന പൂയം നക്ഷത്രത്തിൽ ഗുരുവിന്റെ ദൃഷ്ടി വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോഴേ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് ദേവി താമരയിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ താമരയുടെ ഒരു 8 ഇതൾ താമരയുടെ ഒരു കോലം നമ്മുടെ പൂജാമുറിയിൽ ഈ കർക്കിടക മാസം മുഴുവൻ വരയ്ക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ, നമുക്ക് എല്ലാ വിധത്തിലുമുള്ള നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്ക് എല്ലാ ദിവസവും വരയ്ക്കാവുന്ന ഒരു കോലം കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ 8 ഇതളുള്ള താമര വരയ്ക്കുമ്പോൾ, താമര എന്ന് പറയുന്നത് ഗുരുവാണ്, 8 എന്ന് പറയുന്നത് ശനീശ്വരന്റെ സംഖ്യയാണ്. അപ്പോൾ അവിടെ നമുക്ക് ശനിയും ഗുരുവുമായിട്ടുള്ള ഒരു ചേർച്ച നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് 8 ഇതളുള്ള താമര തന്നെ വേണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് മഹാലക്ഷ്മിയുടെ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേവിയുടെ 2 സൈഡിലും ഓരോ ആനയാണുള്ളത്. മഹാലക്ഷ്മിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ 2 ആന ഉള്ള ഫോട്ടോ നോക്കി വാങ്ങിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഓൾറെഡി മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ട് എങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 2 ചെറിയ ആനയെ വാങ്ങി വെക്കാം. നെറ്റിപ്പട്ടം നമ്മുടെ വീട്ടിൽ തൂക്കുന്നതും അതേ ഫലം തന്നെ നമുക്ക് ലഭിക്കും. മൂന്നാമതായി നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ വരയ്ക്കേണ്ട കോലം ഒരു കുംഭത്തിന്റെ കോലമാണ്. അതായത് മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ പുറകിൽ കുംഭം കൂടി ഉള്ള ഒരു ഫോട്ടോ നമുക്ക് വാങ്ങാൻ കിട്ടും. അതായത് പുറകിൽ ഒരു കുംഭവും, കുംഭം എന്ന് പറയുന്നത് ഒരു കുടം, കുടത്തിന് പുറത്ത് മാവില, മാവിലയുടെ മുകളിലായിട്ട് ഒരു തേങ്ങ, അതിനെയാണ് നമ്മൾ പൂർണ്ണ കുംഭം എന്ന് പറയുന്നത്. മഹാലക്ഷ്മിയുടെ 2 സൈഡിലും ആനയും പുറകിൽ പൂർണ്ണ കുംഭവും താഴെ മഹാലക്ഷ്മി താമരയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമ്മുടെ പൂജാമുറിയിൽ ഉള്ളതെങ്കിൽ വളരെ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പൂർണ്ണ കുംഭത്തിന്റെ സ്റ്റെൻസിൽസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അരിപ്പൊടി കൊണ്ട് ഒരു കോലം വരച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു പൂർണ്ണ കുംഭം വാങ്ങി വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സൈസിലൊരെണ്ണം വാങ്ങി വെക്കാവുന്നതാണ്. നാലാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് സ്വസ്തിക്കാണ്. സ്വസ്തിക്ക് നമ്മുടെ ഫ്രണ്ട് ഡോറിൽ വരയ്ക്കുന്നതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ കർക്കിടക മാസം മുഴുവൻ നമ്മുടെ ഫ്രണ്ട് ഡോറിൽ ഒരു സ്വസ്തിക് ചിഹ്നം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. അത് എല്ലാ ഫ്രൈഡേയ്സും നമുക്ക് വരയ്ക്കാം. അടുത്ത വെള്ളിയാഴ്ചയാകുമ്പോൾ അത് തുടച്ചു മാറ്റിയിട്ട് പുതിയൊരു സ്വസ്തിക് ചിഹ്നം വരച്ചാൽ മതി. എല്ലാ ദിവസവും വരയ്ക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു ദിവസം വരച്ചാൽ മതി. ഗുരുഗ്രഹത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ചിഹ്നം കൂടിയാണ് സ്വസ്തിക്ക്. സ്വസ്തിക്ക് വരയ്ക്കുന്നത് വഴിയും നമുക്ക് ധന ആകർഷണം ഉണ്ടാകും. ഇതൊക്കെ തന്നെ ധന ആകർഷണത്തിനുള്ള ചിഹ്നങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് കരുതി ഈ ചിഹ്നങ്ങൾ മാത്രം വരച്ചു വെച്ചാൽ ധനം ഉണ്ടാകും എന്നല്ല അതിനർത്ഥം. ഈ ചിഹ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് ധന ആകർഷണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ചിഹ്നങ്ങൾ വരയ്ക്കുമ്പോൾ നമുക്ക്
നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് വരും. ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒരു നേരായ വഴിയിലൂടെ നമുക്ക് ഡിസിഷൻ എടുക്കാനും സാധിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതൊക്കെ നേരായ വഴിയിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ചിഹ്നങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ചിഹ്നങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഈ ചിഹ്നങ്ങൾ വരച്ചു ഉടനെ പണം വരും എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതിനൊക്കെ പുറകിൽ ഓരോരോ തത്വങ്ങളുണ്ട്. ആ ഒരു തത്വത്തിന്റെ ബേസിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതൊരു കാര്യമാണ് വരയ്ക്കുന്നതെങ്കിലും, ഇപ്പൊ ഞാൻ 2-3 ചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. എല്ലാ ചിഹ്നങ്ങളും വരയ്ക്കണം എന്നല്ല, എല്ലാ ചിഹ്നങ്ങളും എല്ലാ ദിവസവും എല്ലാവർക്കും വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസിയായി വരയ്ക്കാൻ സാധിക്കുന്നത് 8 ഇതളുള്ള താമരയാണ്. അപ്പോൾ അതാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ പോലും എല്ലാ ദിവസവും നമ്മൾ അത് വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ നമ്മൾ അരിപ്പൊടി കൊണ്ട് അല്ലെങ്കിൽ മാക്കോലം എന്ന് പറയുന്നത് പച്ചരി അരച്ചെടുക്കുന്ന ആ ഒരു മാവിനെയാണ് മാക്കോലം എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ദിവസവും നമ്മളത് പഴയത് അടുത്ത ദിവസം രാവിലെ തുടച്ചു മാറ്റിയിട്ട് പുതിയ കോലം വരയ്ക്കാനും ശ്രദ്ധിക്കണം. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ കോലം തന്നെ നമ്മുടെ പൂജാമുറിയിൽ വെച്ചുകൊണ്ട് വിളക്ക് കൊളുത്തിയിട്ട് അതിന്റെ ഫലം നമുക്ക് ലഭിക്കില്ല. നമ്മൾ ദൈവത്തിന്റെ ഫോട്ടോസിന് എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണല്ലോ സമർപ്പിക്കുന്നത്, വാടിയ പൂക്കൾ സമർപ്പിക്കാറില്ല. അതുപോലെ തന്നെയാണ് കോലവും. ഇന്ന് വരച്ച കോലം നാളെ രാവിലെ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് തുടച്ചു മാറ്റി പുതിയ കോലം വരയ്ക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സക്സസ് ലഭിക്കുന്നത്. അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു കോലം വരച്ച് അടുത്ത ആഴ്ച വരെ അതേ കോലം, കാരണം കോലം പെട്ടെന്നൊന്നും പൂജാമുറിയിൽ വരച്ചിടുമ്പോൾ അത് അലങ്കോലം ആകില്ല. അതങ്ങനെ തന്നെ 2-3 ദിവസം നല്ല പെർഫെക്റ്റ് ആയി തന്നെ നിൽക്കും. അപ്പോൾ വെറുതെ എന്തിനാ അത് മായ്ക്കുന്നത് എന്നും കരുതിയിട്ട് അത് മാറ്റാതിരിക്കരുത്, ഡെയിലി അത് മാറ്റണം. ഇനി മറ്റൊന്ന്, പലരും ചിന്തിക്കുന്നത് ഈ കോലം ഉണ്ടാകണം എന്ന് മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പലകയിൽ ഇതങ്ങ് പെയിന്റ് അടിച്ചു വെച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ്. പലകയിൽ നമ്മൾ പെയിന്റ് അടിച്ചു വെക്കുന്നതും നമ്മൾ തന്നെ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്നതും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കോലം വരയ്ക്കാൻ സാധിക്കില്ല. പക്ഷെ 8 ഇതളുള്ള താമരയുടെ കോലമൊക്കെ ഇപ്പോൾ സ്റ്റെൻസിൽ വാങ്ങാൻ കിട്ടും. ഒരു സ്റ്റെൻസിൽ വാങ്ങി വെച്ചാൽ നമുക്ക് 1 മിനിറ്റിന്റെ ആവശ്യം പോലും ഇല്ല, വളരെ പെട്ടെന്ന് ആ ഒരു കോലം വരച്ചിടാനും സാധിക്കും. അങ്ങനെയുള്ള ഈസി കാര്യങ്ങൾ ട്രൈ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യരുത്. അതായത് ഈ പലകയിൽ പെയിന്റ് അടിച്ചു വെക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക. അരിപ്പൊടി കൊണ്ട് ഒരു കോലം വരയ്ക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഒന്ന് വേറെ തന്നെയാണ്. ഒരു പെയിന്റ് വരച്ചു വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിന് വളരെയധികം ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന്. അതെങ്ങനെ എന്ന് പറഞ്ഞാൽ, മഹാലക്ഷ്മിയുടെ സിംബൽസ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എങ്ങനെയാണ് ക്ലാരിറ്റി കിട്ടുന്നത്? മഹാലക്ഷ്മി എന്ന് പറയുന്നത് ചന്ദ്ര സഹോദരിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ സിംബൽസ് വരയ്ക്കുമ്പോൾ നമുക്ക് ചന്ദ്രന്റെ ഒരു അനുഗ്രഹവും അവിടെ ലഭിക്കും. മാത്രമല്ല അരിപ്പൊടിയോ അല്ലെങ്കിൽ മാക്കോലമായിട്ടോ ഒക്കെയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ വെള്ള നിറം എന്ന് പറയുന്നത് ചന്ദ്രനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ അരിയിൽ നിന്നും പൊടിച്ചെടുത്ത ആ അരിപ്പൊടി അത് ചന്ദ്രന്റെ ധാന്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസം മുഴുവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വരയ്ക്കാൻ സാധിക്കുന്ന, വളരെ എളുപ്പം വരയ്ക്കാൻ സാധിക്കുന്ന, അരിപ്പൊടി കൊണ്ടോ മാക്കോലമായിട്ടോ വരയ്ക്കാൻ സാധിക്കുന്ന ഒരു കോലം തിരഞ്ഞെടുക്കുക. എല്ലാ ദിവസവും അത് തന്നെ ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും പഴയത് തുടച്ച് പുതിയത് വരയ്ക്കാനും ശ്രമിക്കണം. ഈ കോലങ്ങൾ വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പല വീഡിയോസിലായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. എന്നിരുന്നാലും ഈ കർക്കിടക മാസത്തിൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ നമുക്ക് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ രേവതി നക്ഷത്ര പൂജ ചെയ്യുമ്പോൾ താമരയുടെ പുറത്ത് സ്വർണം വെള്ളിയൊക്കെ വെക്കാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ മഹാലക്ഷ്മിയുടെ മുന്നിൽ ഒരു ചെറിയ സിൽവർ കപ്പിൽ, ചെറിയൊരു സിൽവർ കിണ്ണം മതി, അതിൽ കുറച്ച് പച്ചരി ഇട്ട്, അതിൽ പച്ചരി ഇടുമ്പോൾ നല്ല പച്ചരി, ഇഡ്ലി ദോശ റൈസ് ഒന്നും ഇടാതെ വളരെ നല്ല പച്ചരി നോക്കി വാങ്ങി ഇടുക. അതിന് പുറത്തായിട്ട് ഒരു ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ വെക്കാം. ഇനി ഗോൾഡ് കോയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ സിൽവർ കോയിൻ വെക്കുക. എല്ലാ ദിവസവും നമ്മൾ മഹാലക്ഷ്മിക്ക് പൂക്കൾ സമർപ്പിക്കുമ്പോൾ, അർച്ചന ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സ്വർണം അല്ലെങ്കിൽ വെള്ളി നോക്കിക്കൊണ്ട് നമ്മൾ മഹാലക്ഷ്മിയുടെ പാദങ്ങളിൽ പൂക്കൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
ആ സ്വർണവും വെള്ളിയും ഒക്കെ തന്നെ കൂടുതലായി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായി ഒന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെങ്കിലും ദേവി തീർച്ചയായും അനുഗ്രഹിച്ചു നൽകും. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് 1-2 ദിവസങ്ങളിൽ ചെയ്തു അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്തു ഒരു മാറ്റവും ഇല്ല എന്നല്ല. ഇതൊക്കെ തന്നെ നിരന്തരം നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം ചഞ്ചലയാണ്. എവിടെ ദേവിയെ നല്ലതുപോലെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, ദേവിയുടെ നാമങ്ങൾ ചൊല്ലുന്നു, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നു, അവിടെയാണ് ദേവി കൂടുതലായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റായി ചെയ്യുമ്പോൾ മാത്രമേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ കർക്കിടകം 1-ാം തീയതി മുതൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഫോളോ ചെയ്യുന്നവർ അത് കണ്ടിന്യൂ ചെയ്യാനും ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.